കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ തർക്കം. തോമസ് ഉണ്ണിയാടിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് MLA ഹോസ്റ്റലിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. LDF 9 സീറ്റ് തൃശ്ശൂർ നേടിയപ്പോൾ UDF ലഭിച്ച 4 സീറ്റിലൊന്ന് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ജയിച്ച ഇരിങ്ങാലക്കുടയാണ്. അതും മിന്നുന്ന വിജയം 10,212 വോട്ടുകൾക്കാണ് സിറ്റിംഗ് MLA മിനിസ്റ്ററുമായിരുന്ന R. ബിന്ദുവിനോട് തോൽപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മന്ത്രിസ്ഥാനം തോമസ് ഉണ്ണിയാടന് കിട്ടണം. മകന് സീറ്റ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമില്ല. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കേരള കോൺഗ്രസിൻ്റെ സീനിയർ MLA ആണ്, 4 വട്ടം MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കണം. കാരണം ഇരിങ്ങാലക്കുട എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തോമസ് ഉണ്ണിയാടന് വേണ്ടിയിട്ട് ഈ സംസാരിക്കുന്നത്. 2 മന്ത്രിമാരെന്ന ആവശ്യത്തിൽ നിന്ന് ജോസ് വിഭാഗം പിന്നോട്ടില്ല. ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്നും നാളെയും തുടരുമെന്നും PJ ജോസഫ് അറിയിച്ചു. തീർന്നിട്ടില്ല. ഷിബു ബേബി ജോണും CP ജോണും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ചർച്ച തുടരുകയാണെന്ന് അനൂപ് ജേക്കബ്. ഡിസ്കഷൻ നാളെയുണ്ട്, നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം അതിൻ്റെ ഫൈനലൈസ് ആവും. ഇല്ല, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നാളെയും കൂടി ഉണ്ട്. നാളത്തെ ഡിസ്കഷൻ കൂടി കഴിഞ്ഞിട്ട് പറയാം. കാര്യത്തിൽ ഡിസ്കഷൻ നാളെയും കൂടി ഉണ്ട്, നാളെയും കൂടി ഡിസ്കഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പറയാം. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. ഉമേഷ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവർണർക്ക് അന്തിമ പട്ടിക നൽകുമെന്നുള്ളതാണ് AICCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഘടകകക്ഷികൾ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ പോലും 11 മന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലീഗും 5 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളത് ഉറച്ച നിലപാടിൽ തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആരെയും അനുനയിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം വേണമെന്നുള്ളത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം വേണം. ഈ CP ജോണിനടക്കം, അതായത് ഒരു MLA മാർ ഉള്ളവർക്കടക്കം മന്ത്രിസ്ഥാനം നൽകുമ്പോൾ ഇവരെ 2 ടേം വ്യവസ്ഥയിലേക്ക് മാറ്റാനാണ് UDFന്റെ നീക്കം. അതായത് മാണി സി കാപ്പനെയും അനൂപ് ജേക്കബിനെയും. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇന്ന് 2ഉം 3ഉം തവണ ചർച്ചകളിലേക്ക് പോയി. അനൂപ് ജേക്കബ് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ ചർച്ച തുടരും എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഷിബു ബേബി ജോൺ, CP ജോൺ അടക്കമുള്ളവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ 8 മന്ത്രിമാർ കൃത്യമായി തന്നെ അവർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അന്തിമ പട്ടികയിലേക്ക് പോകാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാളെ രാവിലെയും ചർച്ച തുടരും. മുസ്ലിം ലീഗുമായും ചർച്ച നാളെ ഉണ്ടാകും. മറ്റ് ഘടകകക്ഷികളായും ചർച്ച തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 മണിക്ക് മുമ്പ് പട്ടിക നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം എല്ലാ ഘടകകക്ഷികളും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. സമവായത്തിൽ എത്തിച്ചുകൊണ്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ പോലെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും നീണ്ടുപോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.